ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് FRP വേഴ്സ് MS പൈപ്സ് ഇൻ HVAC സിസ്റ്റം എന്നുള്ള ടോപ്പിക്കിനെ പറ്റി പഠിക്കാം. ആദ്യം തന്നെ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ HVAC സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതിൻ്റെ സ്യൂട്ടബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറേ ആപ്ലിക്കേഷൻസിനെയും കണ്ടീഷൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്, പെട്ടെന്ന് ഇത് നശിച്ചു പോവില്ല. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, ഭാരം കുറവാണ്, ലോ മെയിൻ്റനൻസ്, പെട്ടെന്നൊന്നും നമുക്ക് മെയിൻ്റനൻസ് വരില്ല. തെർമൽ ഇൻസുലേഷൻ കൂടുതലാണ്, ലോങ്ജിവിറ്റി കൂടുതലാണ്. ഈ 5 പോയിൻറ്റ്സാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ്. ഈ കാണിക്കുന്ന പിക്ചർ FRP പൈപ്പിൻ്റെയാണ് ചില്ലറിലുള്ളത്. അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും കുറവായിരിക്കും. മെക്കാനിക്കലൊക്കെ, അതായത് കൈ കൊണ്ടൊക്കെ ഒരു ഹാമർ കൊണ്ടൊക്കെ അടിച്ചാൽ പെട്ടെന്ന് നാശമാവും. കോസ്റ്റ് കൂടുതലാണ്. ഫയർ റെസിസ്റ്റൻസ് കുറവാണ്. പെട്ടെന്ന് തീ പിടിച്ച് കഴിഞ്ഞാൽ അതിനുള്ള പ്രതിരോധിക്കാനുള്ള കഴിവ് കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻ HVAC സിസ്റ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പ്രഷർ ഡക്റ്റിങ്ങിൽ, അതായത് പ്രഷർ കമ്മിയായിട്ടുള്ള സിസ്റ്റത്തിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ചിൽഡ് വാട്ടർ സിസ്റ്റം ഇൻ കൊറോസീവ് ആയിട്ടുള്ള, പെട്ടെന്ന് നശിച്ചു പോകുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഡ്രെയിനേജോ കണ്ടൻസേറ്റ് ലൈൻസിനൊക്കെ നമുക്ക് ഈ FRP പൈപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഹൈ പ്രഷർ ആയിട്ടുള്ള അതിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ FRP പൈപ്പ്സ് MS പൈപ്പ്സിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും ചില കണ്ടീഷൻസിൽ. കൊറോസീവ് ആയിട്ടുള്ള, പെട്ടെന്ന് നശിച്ചു പോകുമെന്ന് ഉറപ്പുള്ളവിടെയും, പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉള്ളവിടെയും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, താങ്ക് യു.